Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് വാനില സ്പഞ്ചാണ് ചെയ്തിട്ടുള്ളത്. ഐസിംഗ് ഒക്കെ ചെയ്ത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നമ്മൾ ഫോണ്ടൻറ്റിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഏകദേശം ഒരു ഐഡിയ അവർ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു പാകിസ്ഥാനി ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ പാരൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫോണ്ടൻ്റ് വർക്ക് എങ്ങനെയാണത് ചെയ്തെടുത്തത് എന്നുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് സെറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ഒരുപാട് ഫോണ്ടൻ്റ് കേക്ക് ഡെക്കറേഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോണ്ടൻ്റ് എങ്ങനെയാണ് അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്നത് ഒന്ന് വീഡിയോ കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ അപ്പോഴേക്കും നോമ്പായി, അത് കാരണമാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഞാൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഫോണ്ടൻ്റ് ടൂൾസൊന്നും യൂസ് ചെയ്യാണ്ട് ചെയ്തിട്ടുള്ള കുറേ ഫോണ്ടൻ്റ് വർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചെറിയ രീതിയിൽ ഞാനൊന്ന് കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ, ഈ ഒരു ഡോൾ എന്നൊക്കെ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് അതിൻ്റെ അടിവശത്തെ ഒരു റിബൺ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ടൂളൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോളൊക്കെ നമ്മൾ ടൂൾസൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ. ഇത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹാർട്ട് ഷേപ്പൊക്കെ ഒന്ന് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തലേദിവസം രാത്രി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം അത് പിറ്റേ ദിവസം നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 1.25 കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. ഫോണ്ടൻ്റ് കൂടെ വെക്കുമ്പോൾ വെയിറ്റ് കൂടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിതിൻ്റെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ടൈം പാട്ടായിട്ട് ഇടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മമ്മ ഷാർക്കും ബേബി ഷാർക്ക് ആ ഒരു തീമിലുള്ളൊരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു കടലിനടിയിലുള്ള കുറേ ഐറ്റംസ് നമ്മൾ ഫോണ്ടൻ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇടാം കേട്ടോ. താങ്ക് യു.